അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ദൈവജന പഠനം നാം നടത്തി വരികയാണല്ലോ. ഇന്ന് രാത്രിയിൽ 9-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ദൈവജന ചിന്തയാണ് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ ദ നെസസിറ്റി ഓഫ് ബ്ലഡ് ഷെഡ്, അഥവാ രക്തം ചൊരിയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം എത്ര വിലയേറിയ രക്തമാണ് എന്ന് എബ്രായ ലേഖന കർത്താവ് ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെയുള്ള എല്ലാ യാഗങ്ങളുടെയും അല്ലെങ്കിൽ പഴയ നിയമകാലത്തുള്ള സകല യാഗങ്ങളുടെയും പൂർത്തീകരണം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശാരീരിക ബലിയിലൂടെ അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക മരണത്തിലൂടെ സംഭവിപ്പാൻ ഇടയായി തീർന്നു. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളാണ് നാം പ്രാരംഭമായിട്ട് വായിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 9 verse 16 and 17. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. കഴിഞ്ഞ വാക്യത്തിൽ നാം കണ്ടത് യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു എന്നതാണ്. യേശു ക്രിസ്തുവിന്റെ വിവിധ റോൾ പുതിയ നിയമത്തിലുള്ളത് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ വാക്യത്തിൽ കാണുവാൻ കഴിഞ്ഞു. തുടർന്ന് 16-ാം വാക്യത്തിൽ ഈ നിയമം സ്ഥാപിക്കേണ്ടതിനായി തൻ്റെ ശാരീരിക മരണം അവൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പ്രസ്താവിക്കുകയാണ്. ഈ പുതിയ ഉടമ്പടിക്ക് ഒരു പൊതു തത്വം ഇവിടെ പ്രസ്താവിക്കുകയും തുടർന്ന് അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഇഷ്ടം പറഞ്ഞാലും അവയൊന്നും തന്നെ മരിക്കുന്നത് വരെ പ്രാബല്യത്തിൽ വരണമെന്നില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നത്തേതിൽ നടപ്പിൽ വരുന്നത് പോലെയാണ് യേശു തൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ നേടിയെടുത്ത മാനവജാതിയുടെ പാപമോചനം സാധ്യമാക്കിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ മരണത്തിലൂടെ ലഭിക്കുവാൻ പോകുന്ന ആത്മീയ നന്മകളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം തന്നെ തൻ്റെ മരണത്തിലൂടെ ഉറപ്പാക്കുകയും മരണത്തിന് ശേഷം മാനവജാതിക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ആ ഉടമ്പടിയെക്കുറിച്ച്, രക്തം നൽകിയ ഉടമ്പടിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാം. വായിച്ചു കേൾക്കാം. ലൂക്ക് 22:20. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. യേശു പറയുകയാണ്, ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ ഉടമ്പടിയായി, എന്റെ രക്തം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിനുള്ള ആ ഒരു ഉടമ്പടി, അതിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പാനപാത്രത്തിന്റെ അല്ലെങ്കിൽ അവിടെ യേശു എടുത്തതായ അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കൊടുത്തതായ ആ വീഞ്ഞ്, അത് കാണിക്കുന്നത് യേശുവിന്റെ രക്തത്തെയാണ്. ഒരു പുതിയ ഉടമ്പടി നാം കണ്ടു. പുതിയ ഒരു നിയമം കർത്താവ് സ്ഥാപിച്ചു. അത് നമുക്ക് ഇതിനു മുമ്പത്തെ വാക്യത്തിൽ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ യേശുവിന്റെ രക്തത്തിലൂടെ ഒരു പുതിയ ഉടമ്പടി അവൻ ജനവുമായിട്ടുണ്ടാക്കിയാണ്. യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ പുതിയ നിയമത്തിന്റെ തുടക്കം കുറിക്കപ്പെടുമെന്നും യേശു അതിൻ്റെ മധ്യസ്ഥനായി തീരുമെന്നുമുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇത് സ്വർഗീയ കൗൺസിലിലെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള, പിതാവാം ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന മാസ്റ്റർ പ്ലാൻ ആണ് യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണവും ഈ ഭൂമിയിലെ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം തന്നെ. ഇതൊന്നും തന്നെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല. യേശു ക്രിസ്തുവിന്റെ വരവിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകന്മാർ അത് മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് അതേ യെരുശലേമിൽ കടന്നു വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അതെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു.
സുവിശേഷം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ യേശുവും അവന്റെ അപ്പോസ്തലന്മാരും സുവിശേഷം സ്വീകരിക്കുമ്പോൾ ലഭിക്കപ്പെടുന്ന ആത്മീയ വിടുതലിനെ കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന ആളുകളെ പഠിപ്പിച്ചിരുന്നു. ആ നിയമം ശരിക്കും പ്രാബല്യത്തിൽ വരുത്തേണ്ടതിന് യേശു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി വന്നു. യേശു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും സുവിശേഷത്തിന്റെ കീഴിലുള്ള പാപമോചനവും മറ്റ് ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ അർഹതയില്ല. അതിന്റെ കാരണം അവന്റെ രക്തച്ചൊരിച്ചിലൂടെയാണ് പിതാവാം ദൈവം മാനവജാതിക്ക് പാപമോചനം സാധ്യമാക്കിയിരിക്കുന്നത്. അതാണ് ഈ വാക്യം നമ്മൾ വായിച്ചതായ ആ വാക്യത്തിന്റെ പ്രധാന അർത്ഥം. യേശു ജീവിച്ചിരുന്നത് ഒന്നാം ഉടമ്പടിയുടെ കീഴിലാണ്. ഒന്നാം ഉടമ്പടി എന്ന് പറയുമ്പോൾ മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ ഉടമ്പടിയാണ് ഒന്നാം ഉടമ്പടി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവും യേശുവിന്റെ മാതാപിതാക്കൾ യോസഫ്, മറി അവരെല്ലാവരും തന്നെ ഫോളോ ചെയ്തിരുന്നത് ഈ മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ആ ഉടമ്പടി അനുസരിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത്. യേശു തന്റെ ജീവിതകാലം പഴയ നിയമം പിന്തുടരുന്നതിന്റെ കാരണം ഇവിടെ വിശദീകരിക്കുകയാണ്. യേശു ശബത്ത് ആചരിച്ചു എന്നതുകൊണ്ട് നമ്മളും അത് ആചരിക്കണം എന്ന് ചിലർ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ശബത്ത് ആചരിക്കുവാൻ പുതിയ നിയമ വിശ്വാസികൾ ബാധ്യസ്ഥരല്ല എന്ന് തന്നെയാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ന്യായപ്രമാണത്തിന് മാറ്റം സംഭവിച്ചു. യേശുവിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ദയവായിട്ട് ശ്രദ്ധിക്കാം. കൊലോസ്യ ലേഖനം 2:14 അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വിരോധമായിട്ടുണ്ടായിരുന്ന സകല കാര്യങ്ങളെയും ക്രൂശിൽ അവൻ ആണിയടിച്ച് തറച്ച് അവന്റെ കൈകൾ കൊണ്ട് അത് മായ്ച്ചു കളഞ്ഞു, നമുക്കെതിരായിട്ടുണ്ടായിരുന്ന സകല എഴുത്തുകളും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ഈ നമുക്കെതിരായിട്ട് എഴുതിയിരുന്ന എഴുത്തുകൾ അല്ലെങ്കിൽ ന്യായപ്രമാണം ജാതികളെ അടുപ്പിക്കാതെ വണ്ണം എഴുതിയിരുന്ന ആ എഴുത്തുകളെയെല്ലാം അവൻ മായ്ച്ചു. അങ്ങനെ പുതിയൊരു നിയമം അവൻ സ്ഥാപിച്ചു. പുതിയ നിയമത്തിന്റെ വക്താവായി, മീഡിയേറ്ററായി വന്നപ്പോൾ തന്നെ അവന്റെ രക്തത്തിലൂടെയാണ് ഇത് സാധ്യമാക്കിയത് എന്നാണ് ലേഖനകർത്താവ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുവിശേഷം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനോട് യേശു ക്ഷമിച്ചത് നമുക്കറിയാം. യേശു മരിക്കുന്നതിന് മുമ്പ് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ കള്ളനെ യേശു പാപമോചനം നൽകുവാനിടയായി. പുതിയ നിയമ സുവിശേഷം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പും പാപമോചനം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പൂർത്തീകരണം ലഭ്യമായത് യേശുവിന്റെ മരണത്തിന് ശേഷമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കുമ്പോൾ ഈ രണ്ട് ഉടമ്പടികളും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ രണ്ട് ഉടമ്പടികൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് മോശയുടെ ഉടമ്പടിയാണ്. മോശ ദൈവസന്നിധിയിൽ പോയി 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊപ്പം സീനായി മലയിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോരേബ് എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിന്റെ മുകളിലായിരിക്കുന്ന സമയത്ത് രണ്ടും ഒരു പർവ്വതം തന്നെയാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് ദൈവം അവന് നൽകിയതായ ന്യായപ്രമാണം, ദൈവം പറഞ്ഞു നൽകിയതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈവിരൽ കൊണ്ട് എഴുതിയതായ 10 കൽപ്പനകൾ, ഇതൊക്കെയും അവന് ലഭിച്ചിരുന്നു. അത് ഒന്നാം പ്രമാണമായി കണക്കാക്കുന്നു. ആ പ്രമാണങ്ങളെ ആണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി അവൻ പൂർത്തീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഉടമ്പടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്പമായി നാം ഒന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും പോവുകയാണ്. എന്താണ് ഈ രണ്ട് ഉടമ്പടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഏതാണ്ട് 7 കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, പാപമോചനത്തിനായി ആവർത്തിച്ചുള്ള യാഗങ്ങൾ പഴയ നിയമകാലത്തെ ഉടമ്പടി അനുസരിച്ച് ആവശ്യമായിരുന്നു. ദിനം പ്രതിയുള്ള യാഗങ്ങളുണ്ട്, വർഷാന്തര യാഗങ്ങളുണ്ട്, പാപമോചനത്തിന് വേണ്ടിയുള്ള യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. ഇങ്ങനെ വിവിധ നിലയിലുള്ള യാഗങ്ങൾ പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് കാണുന്നത് യേശുക്രിസ്തുവിന്റെ യാഗം അത് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. മറ്റൊരു യാഗം എല്ലായ്പ്പോഴും നടക്കേണ്ടത് പുതിയ നിയമത്തിന് ആവശ്യമില്ല. അപ്പോൾ യാഗങ്ങളുടെ പൂർത്തീകരണമായിരുന്നു
യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണം. പഴയ നിയമത്തിൽ അതേ മൃഗങ്ങളാണ് കൊല്ലപ്പെടുന്നത്, പക്ഷേ യേശു തൻ്റെ ശരീരം തന്നെ യാഗമായി നൽകി, തൻ്റെ രക്തം അവൻ ഊറ്റി. അത് എന്നേക്കുമുള്ള ഒരു വിടുതലായി തീർന്നു എന്ന് പുതിയ നിയമം സാക്ഷീകരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങളുടെ രക്തമാണ് അവിടെ പാപമോചനത്തിനായിട്ട് ഉപയോഗിച്ചത്. ആടുമാടുകൾ അറക്കപ്പെടുമായിരുന്നു, കാളക്കൂറ്റന്മാരെ അവിടെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവയുടെയൊക്കെ രക്തമാണ് പാപമോചനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തം ഇപ്പോഴും അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന്, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്തിലൂടെയുള്ള കഴുകൽ വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങളുടെ രക്തം പാപം മറയ്ക്കുന്നു. വളരെ ചിന്തനീയമായ ഒരു പോയിന്റാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മൃഗങ്ങളുമായി അവരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാകാരത്തിൽ നിന്ന് മൃഗത്തിന്റെ തലയിലേക്ക് കൈവച്ച് പുരോഹിതൻ ഇവന്റെ മേലുള്ള പാപങ്ങളെല്ലാം അവയുടെ മേലാക്കി അതിനെ യാഗം കഴിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവർ ചെയ്ത പാപങ്ങൾ മറയ്ക്കപ്പെടുകയാണ്. എന്നാൽ എന്താ പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതെന്നറിയാമോ? യേശുവിന്റെ രക്തം പാപം പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. അവിടെ പാപം നിൽക്കുന്നില്ല, കംപ്ലീറ്റ് ആയി പൂർണ്ണമായി അതേ പാപത്തെ മാറ്റുന്നു. നമുക്ക് അവിടെ സ്ലൈഡ്സിൽ കാണാൻ കഴിയുന്നത് ലിവിങ് നോ ട്രേസ്. അവിടെ ഒരല്പം പോലും അതിന്റെ തെളിവ് ബാക്കി വെക്കാതെ ആ പാപത്തെ പൂർണ്ണമായി മാറ്റുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, ഇസ്രായേലിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു പഴയ നിയമം അനുസരിച്ചുള്ള ഈ പഴയ നിയമ ഉടമ്പടി അനുസരിച്ചുള്ള ഈ പാപമോചനം. ഇസ്രായേൽ ജനത്തിന് മാത്രം. ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ചിലരെങ്കിലും യഹൂദ മതാനുസാരികളായിട്ടുണ്ടായിരുന്നു. പ്രോസ്ലൈറ്റ്സ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. യഹൂദ മതത്തെ അനുസരിക്കുകയും ആ മതത്തിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പലരും ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എത്യോപ്യയിൽ നിന്ന് വന്ന അവിടുത്തെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഷനനെ കുറിച്ച് നമുക്ക് കാണുന്നു. അവനും മറ്റൊരു രാജ്യത്തിന്റെ ആളാണ്, മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നതാണ്, ഒരിക്കലും ഇസ്രായേലിനായ വ്യക്തിയല്ല. പക്ഷേ അവൻ യഹൂദ മതവും അനുസരിച്ചിരുന്നത് കൊണ്ട്, അതിലെ ആചാരങ്ങൾക്ക് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് അവൻ യെരുശലേമിലേക്ക് വന്ന് അവിടെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവനും ആരാധനയിൽ പങ്കെടുക്കുന്നതും മടങ്ങിപ്പോകുന്നതും ഒക്കെ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നു. അപ്പോൾ അക്കാലഘട്ടങ്ങളിൽ ചിലരൊക്കെ ജാതികളുടെ പ്രാകാരങ്ങളിൽ നിന്നുകൊണ്ട്, നോക്കൂ, പ്രാകാരം തന്നെ അവിടെ വ്യത്യസ്തമായി ജാതികൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന ചിലരെ മാത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കുമുള്ള സാർവലൗകികമായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പാപമോചനം പഴയ നിയമത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ലഭ്യമല്ല. അവർക്ക് അവിടേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല. ആ ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിനാണ്. എന്നാൽ നോക്കൂ, എല്ലാ പാപികൾക്കും പുതിയ നിയമത്തിലൂടെ രക്ഷ അവകാശമായി ലഭിച്ചു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേക ഒരു ലൊക്കേഷനിലോ പ്രത്യേക ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലോ ഒതുങ്ങി നിൽക്കുകയല്ല. സകല മാനവ ജാതിക്കും വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. അത് മുഖാന്തരം ഏവർക്കും രക്ഷ അവകാശമായി ലഭിച്ചിരിക്കുകയാണ്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ, അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു മഹാപുരോഹിതനും ഇന്ന് വരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എല്ലാ മഹാപുരോഹിതന്മാരും മരിച്ചു, അടക്കപ്പെട്ടു, അവരുടെ കല്ലറയിൽ അവർ ഇന്ന് വിശ്രമിക്കുന്നു. പക്ഷേ ഇതാ നോക്കൂ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കാനായി കടന്നു വന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇന്ന് പക്ഷപാതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ഉള്ള വാക്യങ്ങൾ വായിക്കുവാനിടയായി തീർന്നു.
ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് 9:11 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിലൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ചെയ്യുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഇതുവരെയും ഒരു മഹാപുരോഹിതന് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. 6ാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ സ്ഥലത്ത് നിന്ന് യാഗം കഴിഞ്ഞതിന് ശേഷം വർഷത്തിൽ ഒരിക്കലുള്ള യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന അന്നത്തെ ദിവസത്തിൽ കഴിക്കുന്ന അതേ പാപ പരിഹാര ദിന പെരുന്നാളിനെ കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി മുൻപ് പഠിച്ചത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ ദിനത്തിൽ മഹാപുരോഹിതൻ അകത്തുപോയി അതേ ജനത്തിനു വേണ്ടി വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന യാഗം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അതേ വിശുദ്ധ സ്ഥലം വിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ നോക്കിയേ, കർത്താവായ യേശുക്രിസ്തു എന്താ ചെയ്തത്? അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. യേശുക്രിസ്തു ഇന്ന് കർത്താവിന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ സ്വർഗത്തിൽ ആയിരിക്കുന്നു. 7ാമത്തെയും അവസാനത്തെയുമായ പോയിന്റ്, അത് പഴയ നിയമത്തിന്റെ മാത്രമേ സ്ലൈഡ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. സ്ലൈഡ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗം അവിടെ കാണുന്നില്ല. നിങ്ങൾ നോട്ട് കുറിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ കഴിയും. 7ാമത്തെ പോയിന്റ് പഴയ നിയമത്തിൻ്റെത്. മഹാപുരോഹിതൻ ജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് യേശുക്രിസ്തു എന്താ ചെയ്തെന്നറിയാമോ? തൻ്റെ ജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിനായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമുക്കറിയാം, ഇപ്പോൾ യേശു സ്വർഗത്തിലാണായിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. മടങ്ങി വന്നിട്ട് തൻ്റെ സഭയെ അവൻ ചേർക്കുവാനിടയായി തീരും. വാക്ക് പറഞ്ഞ് ഇന്നേക്ക് 2000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാം ഇന്നും കാവലോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ ആ മടങ്ങി വരവിനെ കുറിച്ചാണ് എബ്രായ ലേഖനകർത്താവ് ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞ് ആ വായനക്കാരെ അതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രത്യാശ അതാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മഹാപുരോഹിതനായിട്ട് ഇറങ്ങി വരും. ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് അവിടെ, അതേ സ്തോത്രം, എന്നെന്നും അവിടെ താമസിക്കുകയല്ല, പ്രത്യുത തന്റെ സഭയെ ചേർക്കുവാൻ അവിടെ നിന്ന് ഇറങ്ങി വരുവാനിടയാകും. അപ്പോൾ മഹാപുരോഹിതൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജനത്തെ ആശീർവദിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. അത്ര മാത്രമേ മഹാപുരോഹിതന് ചെയ്യാൻ കഴിയൂ. പക്ഷെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി വന്ന കർത്താവ്, അവൻ സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് ജസ്റ്റ് ജനത്തെ ഒന്ന് ബ്ലസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരുങ്ങി നിൽക്കുന്ന തന്റെ സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് വേണ്ടി വാഗ്ദത്ത പ്രകാരം അവൻ ഇറങ്ങി വരാൻ പോകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്രയും പോയിന്റുകൾ, 7 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അതേ ഈ വേദഭാഗങ്ങളെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമ ഉടമ്പടിയും പുതിയ നിയമ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസമായി നൽകുവാനിടയായി. തുടർന്ന് 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് ചില കാര്യങ്ങളുടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹീബ്രൂസ് 9:18-20. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല, മോശെ ന്യായപ്രമാണപ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമെന്ന് പറഞ്ഞു. ആദ്യ ഉടമ്പടിയും രക്തത്താൽ ഉള്ളതായിരുന്നു. അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ഉടമ്പടിയിലെ പ്രധാന യാഗങ്ങളെല്ലാം തന്നെ രക്തരൂക്ഷിതമായ യാഗങ്ങൾ അർപ്പിക്കുന്ന ആ നിലയിലുള്ള യാഗങ്ങളായിരുന്നു. മോശയുടെ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരുന്നതെല്ലാം രക്തം തളിച്ച് ശുദ്ധീകരിച്ചു. ഇവിടെ നാം കണ്ടതുപോലെ നിയമപുസ്തകമായാലും ഇസ്രായേൽ ജനത്തെയാണെങ്കിലും സമാഗമന കൂടാരത്തെയാണെങ്കിലും അവരെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ആ നിലയിൽ ശുദ്ധീകരിച്ചു. നമുക്കതിനെക്കുറിച്ച് ഒന്ന് വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാറെ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. ഇത് മോശ
അതേ പർവ്വതത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് ജനത്തോട് പറയുന്ന കാര്യമാണ്, ജനത്തോട് അവ പ്രസ്താവിക്കുന്ന കാര്യമാണ്. അടുത്ത വാക്യം, യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ച് ഒരു തീരുമാനം പറയുകയാണ്, ദൈവം ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. പക്ഷേ ചെയ്തില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്നും അതിന്റെ അനന്തരഫലമാണല്ലോ അവർ അനുഭവിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ അവിടെ നിന്ന് ഒരു വാക്ക് പറയട്ടെ. ഇത് കേൾക്കാനുള്ളതല്ല, ഇത് മാർഗിടുവാനുള്ളതല്ല, ഈ ബൈബിൾ സ്റ്റഡിയിൽ ഇരുന്ന് അതേ കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുവാനുള്ളതല്ല, നോട്ട് എഴുതി ബൈബിൾ വെക്കുവാനുള്ളതല്ല, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. ഈ വചനത്തിന് മുൻപാകെ ഞാൻ നിങ്ങൾ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ഇസ്രായേൽ ജനം ഇത് മുഴുവനും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതേ മോശയുടെ മുൻപാകെ നിന്ന് ഞങ്ങൾ ഇത് അനുസരിക്കുമെന്നും ഞങ്ങൾ ഇത് കീഴ്പ്പെടുമെന്നും പറഞ്ഞു. പക്ഷേ അവരുടെ ആ യാത്രയിൽ തന്നെ എത്രയോ പേർ പട്ടുപോയി, എത്രയോ പേർ അനുസരിക്കാത്തവരായി തീർന്നു, എത്രയോ പേർ പിറുപിറുക്കുന്നവരായി തീർന്നു, എത്രയോ പേർ അതേ വിഗ്രഹാരാധികളായി തീർന്നു. അവരൊക്കെ മരുഭൂമിയിൽ വീണുപോയി, അവരെയൊക്കെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞുവെന്ന് കൊരിന്ത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആത്മീയ ജീവൻ നയിക്കുവാൻ നമുക്കിടയാകട്ടെ. അടുത്ത വാക്യം 8 വരെയുള്ള വാക്യങ്ങൾ. മോശെ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശെ രക്തത്തിൽ പാതി എടുത്ത് ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിഞ്ഞത് രക്തം കൊണ്ടുള്ള ഒരു ശുദ്ധീകരണം അവിടെ മോശ ചെയ്തു എന്നാണ്. നിയമപുസ്തകം ശുദ്ധീകരിച്ചു, ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിച്ചു, സമാഗമന കൂടാരത്തെ ശുദ്ധീകരിച്ചു, അവർ വീഴ്ചിരുന്ന പാത്രങ്ങളെ ശുദ്ധീകരിച്ചു. നോക്കൂ, വായിക്കുകയാണ്, ഇവിടെ യാഗങ്ങൾ അർപ്പിച്ചതിനു ശേഷം അവൻ രക്തത്തെ കുറെ പാത്രത്തിലെടുത്തു. പിന്നെ രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അത് പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു, അത് ശുദ്ധീകരിക്കേണ്ടതിനായി. അടുത്ത വാക്യം, അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. ആ നിയമം, ദൈവം നൽകിയ നിയമം, അത് വീണ്ടും ജനം കേൾക്കെ വായിച്ചു കേൾപ്പിച്ചു. പിന്നെ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തം എടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിനായി ആ രക്തത്തിൽ കുറെ ജനത്തിന്മേൽ തളിച്ചു. നോക്കൂ, ഈ രക്തത്തളി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളുടെ രക്തമാണ്, അവയാണ് ജനത്തെ ശുദ്ധീകരിക്കുന്നത്. പക്ഷേ കൃപയാൽ 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 യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിച്ച് നമ്മെ ശുദ്ധീകരിച്ചത് ഓർക്കുമ്പോൾ, നമ്മെ വിശുദ്ധരാക്കിയത് ഓർക്കുമ്പോൾ, നമ്മളെ മക്കളാക്കി തീർത്തത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയും. ഇന്ന് ഒരു കാളക്കിടാവും മരിക്കേണ്ടതില്ല, ഇന്ന് ഒരു പശുക്കിടാവും അതേ കൊല്ലപ്പെടേണ്ടതില്ല, ഇന്ന് ഒരു ആട്ടിൻകുട്ടിയും കൊല്ലപ്പെടേണ്ടതില്ല. നമുക്ക് വേണ്ടി ഒരു സ്തോത്രം ആട്ടിൻകുട്ടി, പാപം ചെയ്യാത്തൊരു ആട്ടിൻകുട്ടി, നമുക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അവൻ സമർപ്പിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർക്കാണ് ഈ പാപക്ഷമ ഇന്ന് ഈ പുതിയ നിയമത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. 29 അധ്യായത്തിന്റെ 21 വാക്യം കൂടെ ചേർന്ന് വായിച്ചാട്ട്. പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെ എടുത്ത് അഹരോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. മോശയോട് പറയുകയാണ്, മോശേ, ഇപ്പോൾ മഹാപുരോഹിതനായി തിരഞ്ഞെടുത്തിരിക്കുന്ന അഹരോന്റെ മക്കൾ അപുരോഹിത വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ അവരുടെ മേലും ഈ രക്തം തളിക്കണം. എന്തിനു വേണ്ടി? ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ആക്കി വെക്കുമ്പോൾ വിശുദ്ധീകരണം പ്രാപിച്ച്, രക്തത്തിലുള്ള അതേ ശുദ്ധീകരണം അവർ പ്രാപിച്ച് അവർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിനായിട്ട് ഇങ്ങനെയുള്ള ചോരത്തളി ആചരിക്കണമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ ചോരത്തളി അത് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നത്. യേശു 1-ാം ഉടമ്പടി തന്റെ രക്തം നൽകി നീക്കം ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്ന ശബത്തിനെയും നീക്കിക്കളഞ്ഞു. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായ ഒരു വാക്യം വായിക്കേണ്ടതുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ കൊലോസിയ സഭയോടുള്ള ബന്ധത്തിൽ അതേ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ പലതിനെയും കർത്താവ് മാറ്റി. എന്തിനൊക്കെയാണ്? അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് പെരുന്നാളുകൾ സംബന്ധിച്ച്, അതായത്
ഈ വർഷങ്ങൾ നടന്നിരുന്നായ പ്രധാന പെരുന്നാളുകൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, അതേ തുടങ്ങിയുള്ളതായ പഴയ നിയമത്തിൽ പറയപ്പെടുന്ന പെരുന്നാളുകൾ സംബന്ധിച്ച്, പിന്നെ വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ, വാവുകൾ സംബന്ധിച്ച്, ശബത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഇസ്രായേൽ ജനം അവരെ പ്രാർത്ഥിക്കുന്ന, അവർ ആരാധിക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം. അതേ, സ്തോത്രം. അത് അവരുടെ ആ ആചാരങ്ങൾ, ആ അനുഷ്ഠാനങ്ങൾ എല്ലാം നടക്കുന്നത് സാറ്റർഡേകളിലാണ്. സ്തോത്രം. ശനിയാഴ്ച ദിവസങ്ങളിലാണ് അവരത് ചെയ്തു വരുന്നത്. നാം എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സൺഡേ ആണ് ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൂടി വരുന്നത്. അപ്പോൾ പഴയ നിയമ ആചാരത്തിലുള്ളതായ ശബത്ത് ദിവസം അതിനെ ആചരിക്കണമെന്നാണോ, ആചരിക്കേണ്ടെന്നാണോ പൗലോസ് പറയുന്നത്? വാക്യം ശ്രദ്ധിക്കുക. എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. അടുത്ത വാക്യം. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കും. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ വരുവാനിരുന്ന കാര്യങ്ങളുടെ നിഴലായിട്ട് അതൊക്കെ നടന്നു, അതൊക്കെ സംഭവിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശ്ശീല കീറി അതിലൂടെ ചിന്തപ്പെട്ടതായ രക്തത്തിലൂടെ പഴയ നിയമം പൂർണ്ണമായി മാറ്റപ്പെടുകയാണ്. പുതിയ നിയമം ഇപ്പോൾ അത് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, പഴയ നിയമത്തിന്റെ ആ ആചാരങ്ങളിൽ നിന്ന്, ആ അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ആ ഒരവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ അവന്റെ രക്തത്തിലൂടെ വീണ്ടെടുത്തതിനെ കുറിച്ചാണ് ഈ വാക്യങ്ങളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ കീഴിൽ, ഈ രണ്ട് ഉടമ്പടികളുടെയും കീഴിൽ രക്തം അത് വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ഇവിടെ ലേഖനകർത്താവ് ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തമാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തമാണ് പാപമോചനം നൽകി തന്നത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. രക്തച്ചൊരിച്ചിലൂടെ ലഭിച്ചതായ വിമോചനത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ടല്ലോ. ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മാംസത്തിന്റെ രക്തം, അതെ, ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ രക്തത്തിന് ഇത്രമാത്രം വിലയുള്ളത്. എന്ന് പറഞ്ഞാൽ ജീവനാണ് അതിരിക്കുന്നത്. ഈ രക്തം വാർന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് രക്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ആ വ്യക്തിയുടെ ഏത് ഗ്രൂപ്പിലെ രക്തമാണോ അത് പിന്നീട് അഡീഷണൽ ആയിട്ട് നൽകിയാണ് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നത്. കാരണം കുറെ ബ്ലഡ് വാർന്നു പോയി കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവൻ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ മാംസത്തിലൂടെ കടന്നു പോകുന്ന രക്തം, ആ രക്തത്തിനുള്ളിൽ ജീവൻ അടങ്ങിയിരിക്കുകയാണ്. അല്ലെ, രക്തം നഷ്ടമാക്കി കഴിഞ്ഞാൽ, രക്തം പോയി കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ രക്തം അത് റീപ്ലേസ് ചെയ്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് കുറെ കൂടെ കൊടുത്ത് ജീവൻ നേടിയെടുക്കുന്ന ഒരു അനുഭവം. അതിനെക്കുറിച്ചാണ് ലേവ്യ പുസ്തകം 17:11 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ശുദ്ധീകരണം, വിടുതൽ, അതേ ഒക്കെ നമുക്ക് പ്രാപിക്കാൻ ഇടയായി തീർന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1:7, യോഹന്നാന്റെ ലേഖനം 1:7 വാക്യങ്ങളുടെ ഇതിനുള്ള ബന്ധത്തിലൊന്ന് വായിക്കാം. അതിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭിച്ച പാപമോചനത്തെക്കുറിച്ചും അതിന്റെ ഉറപ്പിനെ കുറിച്ചും പറയുന്ന വാക്യങ്ങളാണ്. അതോടെ ഒന്ന് വായിച്ചു കേൾക്കാം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. കഴിഞ്ഞ അതേ പ്രാവശ്യം നമ്മൾ വായിച്ച വാക്യത്തോട് ചേർന്ന് വരുന്ന ഒരു ചിന്തയാണിത്. ഇത് അനേകർക്ക് വേണ്ടി അത് ചൊരിയപ്പെടുന്ന പാപമോചനത്തിനായിട്ടുള്ള എന്റെ രക്തം യേശു വീഞ്ഞെടുത്തിട്ട് പറയുകയാണ്, അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുകയാണ്. ഇന്ന് കൃപയാൽ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരാൻ കഴിഞ്ഞത് യേശുവിന്റെ ഈ രക്തത്തിലുള്ള ആശ്രയം മുഖാന്തരമാണ്. ഈ രക്തത്തിലേക്ക് അടുത്ത് ചെന്നത് മുഖാന്തരമാണ്. എഫേസ്യ ലേഖനം 1:7 വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളാൽ, പാപങ്ങളാൽ ഒക്കെ മരിച്ചു കിടന്ന നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്, വിമോചനമുണ്ട്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം ലഭ്യമായി തീർന്നത് യേശുവിന്റെ രക്തത്തിലൂടെയാണ്. യോഹന്നാൻ ലേഖനം 1:7 വാക്യം കൂടി, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്.
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മുമ്പ് നാം കണ്ടത് ആട്ടുകൊറ്റന്മാരുടെ രക്തമൊക്കെ പാപത്തെ മറയ്ക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തത്തെ നമുക്ക് ധ്യാനത്തിലായിരിക്കുന്ന അത് അവൻ ഒഴുക്കിയ രക്തത്തെ നമ്മൾ ഓർത്ത് ആ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുന്ന അനുഭവമാണല്ലോ കർത്താവിന്റെ മേശയിൽ നാം ചെയ്യുന്നത്. ആ സമയത്തും ഈ വാക്യങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. ചുരുക്കത്തിൽ ഈ വേദഭാഗം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ആദ്യ നിയമം മോശയുടെ മധ്യസ്ഥനായി നിന്ന് ആടുമാടുകളുടെ രക്തച്ചൊരിച്ചിലോടുകൂടി ഉറപ്പിക്കപ്പെട്ടതായിരുന്നു. രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ചെടുത്ത് അതേ വെള്ളത്തോടുകൂടി മുക്കിയതിനു ശേഷം അത് ആ പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ച് ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമെന്ന് പറഞ്ഞു. അതേ നിയമത്തിന്റെ രക്തം തന്നെയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയത്. ആ രക്തത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തു. ആ രക്തത്തിലൂടെയുള്ള കഴികൾ നമുക്ക് ലഭിച്ചു. അത് മുഖാന്തരമുള്ള പാപക്ഷമ ലഭിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. 9-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണ് ആ വേദഭാഗം. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ഏതാണ്ട് അവസാന ഭാഗങ്ങളാണ് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. 23-ാമത്തെ വാക്യങ്ങളുടെ ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആയതിനാൽ പുതിയ ഉടമ്പടിക്ക് പഴയതിനേക്കാൾ മികച്ച യാഗമാണ് അർപ്പിക്കപ്പെട്ടത്. അതാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ഒരു ഉടമ്പടി ദൈവം നൽകിയപ്പോൾ ആ പുതിയ ഉടമ്പടിക്ക് പഴയതിനേക്കാൾ മെച്ചമായ ശ്രേഷ്ഠമായ ദൈവവചനത്തിൽ അതേ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച ഒരു രക്തച്ചൊരിച്ചിലാണ് നടന്നത്, ഒരു യാഗമാണ് നടന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. 18 മുതൽ 20 വരെ നമ്മളിപ്പോൾ പഠിച്ചതായ വാക്യങ്ങൾ പറഞ്ഞ അതേ ചിന്തകൾ വീണ്ടും തുടരുകയാണ് ഇവിടെ ഈ വാക്യങ്ങളിലും. രക്തം ആചാരപരമായ അശുദ്ധി നീക്കം ചെയ്യുവാനും ആത്മീയമായി ശുദ്ധീകരിക്കാനും ആവശ്യമാണെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെ തന്നെ മോശ കൂടാരത്തിന്മേലും ആ രക്തം തളിച്ച് ന്യായപ്രമാണത്താൽ ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുപോലെ രചയിതാവ് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആത്മീയ അശുദ്ധിയോ പാപമോ വല്ലം ശുദ്ധീകരണം നേടാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ലോകത്തിൽ ചൊരിയപ്പെട്ട ഏക രക്തം യേശുവിന്റെ രക്തമാണ്. നോക്കൂ, പാപികൾക്ക് വേണ്ടി ആരാ മരിക്കുന്നത്? അധർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടി ആരാ മരിക്കുന്നത്? നല്ല ആളുകൾക്ക് വേണ്ടി ചിലരൊക്കെ മരിക്കുമായിരിക്കും, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ചിലരൊക്കെ മരിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, പാപികളായിരിക്കുന്നവർക്ക് വേണ്ടി, അധർമ്മം ചെയ്തവർക്ക് വേണ്ടി, കുറ്റങ്ങൾ ചെയ്തവർക്ക് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്ത് ജയിലിലാക്കപ്പെട്ടിരിക്കുന്ന അതേ കുറ്റവാളികൾക്ക് വേണ്ടി മരിച്ച വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അവന്റെ കാൽവരി ക്രൂശിലെ മരണം ശ്രദ്ധേയമാണ്. അതുപോലൊരു മരണം ഈ ലോകത്തിൽ ഇന്ന് വരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയത്തിലൂടെ ഏത് പാപിയും അവൻ മാനസാന്തരത്തിലേക്ക് വരുന്നു, അവൻ വിടുതലിലേക്ക് വരുന്നു. ഞാൻ ഇന്ന് ഒരു ദൈവദാസൻ പറഞ്ഞതായ സാക്ഷ്യം ഇങ്ങനെ യൂട്യൂബ് വഴി കേൾക്കുകയായിരുന്നു. രാജപ്പൻ ഉപദേശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുള്ള ആശാരി ഉപദേശി എന്ന ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാർബറായിരുന്ന ഈ വ്യക്തി ഈ ആശാരി ഉപദേശിയെ അടിക്കാനായിട്ട് ഒരു മീറ്റിങ്ങിൽ കടന്നു ചെന്നതാ. പക്ഷേ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട ആ വ്യക്തി അതേ ജയിലിലൊക്കെ ചെന്നിട്ട് ഒരിക്കൽ അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അന്താരാഷ്ട്ര കുറ്റവാളിയായ ഒരു വ്യക്തിയെ അകത്ത് ലോക്കപ്പിലിട്ടിരിക്കുക. അദ്ദേഹം SI നോക്കിയിട്ട് സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ വ്യക്തിയെ ഇറക്കിവിട്, അവൻ മാനസാന്തരപ്പെട്ടാൽ അവൻ ഇനി ഒരു പാപവും ചെയ്യുകയില്ല, ഇനി അവനൊരു കുറ്റവും ചെയ്യുകയില്ല. നോക്കൂ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി
അടിക്കാനായി പോയ വ്യക്തിയെ സുവിശേഷകനാക്കി മാറ്റി. ഇന്ന് ആ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഉപദ്രവിച്ച ഈ രാജപ്പൻ എന്ന ആ ദൈവദാസൻ അതേ സ്ട്രീറ്റ് പ്രീച്ചറായിട്ട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുവാനിടയായി തീർന്ന, അടിക്കുവാനിടയായി തീർന്ന ഒരു വ്യക്തി, സജി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് സുവിശേഷകനായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാ. നോക്കൂ, പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന, അക്രമത്തിലുള്ളവരെ അവരുടെ മാർഗം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന, അവരെ ദൈവമക്കളാക്കി തീർക്കുവാൻ കഴിയുന്ന ഈ രക്തത്തിന്റെ വിലയേറിയ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം മനസ്സിലാക്കുന്നത്, നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാപമോചനം, ഈ രക്തം, ഇത് മാനവജാതിക്ക് ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നിട്ട് നമുക്കത് പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് രക്തം ചൊരിയാതെ വിമോചനമില്ല? രക്തച്ചൊരിച്ചിൽ എന്തുകൊണ്ട് ആവശ്യമാണ്? ഒരു വിമോചനത്തിന് വേണ്ടി അത് ആവശ്യമാണോ? നമുക്കറിയാം, ഇന്ന് പല സ്ഥലങ്ങളിലും രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്നുണ്ട്. വിപ്ലവങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ രക്തച്ചൊരിച്ചിലുകൾ നടക്കാറുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന 1947 തൊട്ട് മുമ്പുള്ള സമയങ്ങളൊക്കെ നോക്കിയാൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ നടന്നിട്ടുണ്ട്. അന്നത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സേനാധിപതിയിൽ മുമ്പിൽ നിന്ന ആളുകളെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിച്ചതൊക്കെ. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, രക്തസൂക്ഷിതമായ വിപ്ലവങ്ങളൊക്കെ നടക്കപ്പെടുന്നു. അതുപോലെയുള്ള ഒരു രക്തച്ചൊരിച്ചിലാണോ ഇത്? അല്ല. ഇത് യേശുവിന്റെ രക്തത്തിന്റെ ചൊരിച്ചിലാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതിലൂടെ നൽകിയ രക്തമാണ്. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ആ രക്തച്ചൊരിച്ചിൽ ആവശ്യമായി വന്നു? കാരണം രക്തം ചൊരിയുന്നത് മരണത്തിന്റെ ഒരു പദമാണ്. ലേവ്യ പുസ്തകം 4:20, 26, 35 വാക്യങ്ങൾ സമയക്കുറവിനാൽ വായിപ്പിക്കുന്നില്ല. ആ വാക്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കത് കാണുവാൻ കഴിയും. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, അതുപോലെ തന്നെ എഹെസ്കേൽ പ്രവചനം 18, 20, 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. പാപത്തിന് ശിക്ഷ അത്യന്താപേക്ഷിതമാണ്. പാപം ചെയ്ത ദേഹി മരിക്കും എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ പാപത്തിനുള്ള ശിക്ഷ മരണമായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണം അനിവാര്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിൽ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മാത്രമേ മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മരണത്തിലൂടെ നടന്നെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശു മരിച്ചതിനാൽ അവൻ രക്ഷ നമുക്ക് വാഗ്ദാനമായി നൽകിയിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. സ്വർഗീയ ദാനമായി നൽകിയിരിക്കുകയാണ്. മൃഗരക്തം പല വിധത്തിൽ പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കുമായിരുന്നു. യേശു ക്രിസ്തു തന്റെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പിതാവാം ദൈവം പറഞ്ഞതനുസരിച്ച് സ്തോത്രം, ന്യായവിധിയുടെ ആ കോപചക്രത്തിനകത്ത് കിടന്ന് കർത്താവ് ബന്ധുരുകുമ്പോൾ, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചിട്ടും പിതാവ് അനുവദിക്കാതെ പുത്രനെ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടത് മരിച്ച് തന്റെ മരണത്തിലൂടെ അനേകരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. പഴയ നിയമകാലത്ത് നാം കണ്ടതുപോലെ പുരോഹിതന്മാർ വന്ന് ഈ സോപ്പ് തണ്ടിന്മേൽ ആ രക്തവും അതുപോലെ വെള്ളമൊക്കെ എടുത്ത് തളിച്ച് ശുദ്ധീകരിക്കുന്നു. എന്നാൽ യേശു മരിച്ചതിലൂടെ അവന്റെ രക്തത്തിന്റെ വിലയായി ഞാനും നിങ്ങളും വിമോചിതരായി തീർന്നു. അപ്പോൾ ഈ രക്തച്ചൊരിച്ചിൽ അനിവാര്യമായിരുന്നു, അത്യന്താപേക്ഷിതമായിരുന്നു. സ്തോത്രം. അങ്ങനെയാണ് ഒരു മെച്ചപ്പെട്ട ഉടമ്പടി പുതിയ നിയമത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിന്റെ മധ്യസ്ഥനായി യേശു ക്രിസ്തു നിൽക്കുകയാണ്. സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളായി ഇവകയെ ശുദ്ധമാക്കുന്നത് ആവശ്യമെന്ന് നാം ഇവിടെ വായിക്കുകയാണ്. ചുരുക്കത്തിൽ, സ്വർഗത്തിലേക്ക് നമുക്ക് ഒന്ന് കരേറി പോകണമെന്ന് വരികിൽ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ബലിമരണം അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ബലിമരണം നടന്നില്ലായിരുന്നെങ്കിൽ, കാൽവരി ക്രൂശിൽ ആ മരണം സാധ്യമായില്ലായിരുന്നെങ്കിൽ, യേശു നമുക്ക് വേണ്ടി തന്റെ രക്തം ഊറ്റി നൽകിയില്ലായിരുന്നെങ്കിൽ, നമുക്കാർക്കും സ്വർഗമെന്നുള്ളത് ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്വർഗീയ അനുഭവങ്ങൾക്ക് നമ്മെ അവകാശികളാക്കി തീർത്തത്, അതിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത്
യേശുവിന്റെ രക്തത്തിന്റെ വിലയാണെന്ന് ഊന്നിപ്പറയുവാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമ യാഗങ്ങളെല്ലാം തന്നെ സ്വർഗീയ കാര്യങ്ങളുടെ പതിപ്പാണെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു. 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് മുൻപോട്ട് പോകട്ടെ. എബ്രായ ലേഖനം 8:5, 9:9, 10:1 എന്നിത്യാദി വാക്യങ്ങൾ നാം വായിക്കുന്ന സമയത്ത് പഴയ നിയമകാലത്ത് നടന്നതെല്ലാം തന്നെ അത് പുതിയ നിയമത്തിന്റെ പ്രധാന പകർപ്പാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നിഴലായി നടന്നു, പക്ഷേ യഥാർത്ഥത്തിലുള്ളത് പുതിയ നിയമത്തിലാണ് സ്ഥാപിതമായത്. എബ്രായർ 8:5, 9:9, 10:1. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ നിഴലായതിൽ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഒരു പൊരുളുണ്ടല്ലോ. നിഴലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്നുണ്ടല്ലോ. ഒരു വസ്തുവിന്റെ ഒരു നിഴലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് പ്രതിബിംബമായി, അതേ സ്തോത്രം, സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ആ നിഴലിന് കൊണ്ടുവരുന്ന വെളിച്ചത്തിന് നേരെ നിൽക്കുന്ന മറ്റൊരു യഥാർത്ഥ രൂപമുണ്ടല്ലോ. അതാണ് പുതിയ നിയമമെന്ന് നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിലൂടെ സ്ഥാപിതമായ പുതിയ നിയമത്തിന്റെ പ്രസക്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 9:9, 10:1. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. പഴയ നിയമകാലത്തെ സമാഗമന കൂടാരത്തിൽ നടന്ന ആരാധനയും അതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് കഴിഞ്ഞതിന് മുമ്പുള്ള അതേ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു. അവിടെ ആ കൂടാരത്തിൽ ജനം ചെല്ലുന്ന സമയത്ത് അവിടെ പൂർണ്ണമായ ഒരു ആരാധനയോ പൂർണ്ണമായ ഒരു സന്തോഷമോ പൂർണ്ണമായ ഒരു സമാധാനമോ വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവുമാണ് നടന്നത്. പക്ഷേ പുതിയ നിയമകാലത്ത് ദൈവസന്നിധിയിൽ വന്ന സന്തോഷത്തോടെ തകർത്ത് നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് നാം ദൈവജനത്തിൽ കാണുന്നത് പോലെ ഹൃദയ തകർച്ചയോടെ ഒരു വ്യക്തി ഓടി വന്ന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിന്റെ പാദവിന്താരത്തിങ്കിൽ വീണു കഴിയുമ്പോൾ അവൻ ശുദ്ധീകരണം പ്രാപിക്കുന്നു, അവൻ കഴികൾ പ്രാപിക്കുന്നു, അവൻ പുതിയ വ്യക്തിയായി. കണ്ടാലും സകലതും പുതിയതായി തീർന്നുവെന്ന് പറയത്തക്കവണ്ണം പുതിയൊരു വ്യക്തിയായിട്ട് അവൻ കടന്നു പോകുവാനിടയാകുന്നു. 10:1 വാക്യം കൂടെ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. സ്തോത്രം. ഞാനിതാണ് ഇതുവരെയും പറഞ്ഞു വന്നത്. ഈ വാക്യം അത് ഉറപ്പിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ന്യായപ്രമാണത്തിൽ കണ്ടതെല്ലാം തന്നെ, നടന്നതെല്ലാം തന്നെ നിഴലായിട്ടുള്ളതായിരുന്നു. പൊരുളായിട്ടുള്ളത്, റിയൽ ആയിട്ടുള്ളത് യേശുക്രിസ്തുവിലൂടെ അവൻ സ്ഥാപിച്ച സഭയാണ്. അവന്റെ രക്തത്തിലൂടെ നേടിയെടുത്ത സഭയെക്കുറിച്ചാണ് ഈ വാക്യങ്ങളെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. മൃഗബലി ആചാരപരമായി ശുദ്ധീകരണമായി ബന്ധപ്പെട്ടതാണ്. നമുക്കത് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. അതിന്റെ ശാശ്വതമായ ഒരു പാപക്ഷമയും പൂർണ്ണമായി മനുഷ്യന് ലഭിച്ചില്ല. അവസാനമായി പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ ശാരീരിക യാഗം പഴയ നിയമത്തിലെ സകല യാഗങ്ങളെക്കാളും മികച്ചതാണ് എന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. എബ്രായ ലേഖനത്തോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന വാക്കുകളിൽ ഒന്നാണ് മികച്ചത്, ശ്രേഷ്ഠമായത്. ഈ രാത്രിയിൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കട്ടെ. മികച്ചതായ, ശ്രേഷ്ഠമായ ഒരാത്മീയ അനുഭവം കർത്താവിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കാം. ചില മിനിറ്റുകളിലൂടെ നമ്മുടെ മുൻപാകെ ഉണ്ടല്ലോ. നാം ഒരു പാട്ടൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് തുടർന്ന് ആ പാട്ട് ലീഡ് ചെയ്യുന്നതാണ്. നാം പാടുന്ന പാട്ട്, യേശുവേ എൻ പ്രാണനായക, ജീവൻ എനിക്കേകിയോനെ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ, വൻകടങ്ങൾ തീർത്തെന്റെ, കണ്ണുനീർ തുടച്ചല്ലോ നീ. യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചതും അവൻ കാൽവരി ക്രൂശിൽ ചെയ്തതുമായ ഈ നോട്ട്സ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നൽകിയ ഈ ഗാനം പല പ്രാവശ്യം പാടി, അതെ, ഞാനും ദൈവസന്നിധിയിൽ ദൈവത്തെ ആനന്ദിപ്പാനിടയായി. നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. നമുക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ എൻ പ്രാണനായകാ, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ, വൻകടങ്ങൾ തീർത്തെന്റെ,
അറിയാൻ ഞാൻ ജീവിച്ചപ്പോ പാത തെറ്റിയോടിയപ്പോ പാലകൻ നീ തേടി പാതകേട നീയനെ പാവന മാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകേടടിയനെ പാവന മാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. തന്നിതോ നിൻ നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ഭാരമിനി ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ആശ്രയം നീ മാത്രമേ ആശിഷൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമേ ആശിഷൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനേ, വന്നു നിൻ മഹിമയിൻ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർക്കുവാൻ ആശയാൽ ഞാൻ കാത്തിടുന്നേ. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ.
നമ്മുടെ തലകളെ വണക്കി ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നാം പാടിയതുപോലെ, ഇന്ന് രാത്രി നാം കേട്ടതുപോലെ, യേശുക്രിസ്തു തൻ്റെ രക്തം നൽകിയതുകൊണ്ട്, തൻ്റെ ജീവൻ നൽകിയതുകൊണ്ട് നമ്മുടെ വൻ കടങ്ങളെ അവൻ തീർക്കുവാനിടയായി. നമ്മളെ അവൻ മക്കളാക്കി തീർക്കുവാനിടയായി. ഈ രാത്രിയിൽ ദൈവത്തിന്റെ മക്കളായി തീർന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ദൈവവചനപ്രകാരം ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ വില ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനിടയായി. ഈ വിലയേറിയ രക്തത്തെ മറ്റുള്ളവരോട് പറയുവാൻ, ആ കർത്താവിന്റെ രക്തത്തിലൂടെയുള്ള ശുദ്ധീകരണം അവരും പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ കർത്താവ് നമ്മെ അതിനായി ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം.